ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് അടുക്കള കാര്യങ്ങളുമായിട്ടാണ്. അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂട്ടത്തിൽ ഇതാ ഒരു അടിപൊളി ഇഡ്ഡലീൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇഡ്ഡലി മാവ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് ഞാനിതാ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പം അളവ് കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിന് അരി അളന്നെടുത്താലും മതി. അരി അളക്കുമ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ ഉഴുന്നും അളക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അരി അവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉഴുന്നും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പിന് നിറച്ചൊന്നും എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗമായിട്ട് ഉഴുന്നും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു കുഞ്ഞ് സ്പൂണ് നിറയെ ഉലുവയും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ഉലുവ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേ രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അപ്പം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതൊരു 11 മണിക്കാണ് വെള്ളത്തിലിട്ടിരുന്നത്. പിന്നെ ഇത് അരച്ചെടുക്കുന്നത് 6 മണി 6:30 ആവുന്ന ഒരു സമയത്താണ് കേട്ടോ. അപ്പം ഈ ഒരു വെള്ളം ഞാനിതിന്ന് കളയണില്ല, വെള്ളത്തോട് കൂടി തന്നെയാണ് അരച്ചെടുക്കണത്. പിന്നെ അത് ഒരു 1/2 കപ്പ് ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ള അരിൻ്റെ ചോറാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ കുത്തരി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാവുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. അപ്പം ആദ്യം തന്നെ ഉഴുന്നും അതുപോലെ ഉലുവയും കൂടി ഒന്ന് ആ വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. ആ വെള്ളം മുഴുവനായിട്ടും എനിക്ക് ചേർക്കേണ്ടി വന്നു. അപ്പം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാക്കണ അരിയും കൂടി ഒന്ന് അരച്ചൊഴിക്കുകയാണ്. അപ്പം അരി ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പം അതിലേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതും നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. തരികളൊന്നും ഇല്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം അതും ആ ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചോറും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പം ചോറും അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇനി ചിലർ തണുത്ത വെള്ളം ചേർക്കും കേട്ടോ. തണുത്ത വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും നല്ലോണം പൊങ്ങി കിട്ടും, സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. നല്ലൊരു ടിപ്പാണ് കേട്ടോ. അത് ഐസും കട്ട ചേർത്തിട്ടോ അല്ലെങ്കിൽ ഐസും വെള്ളം ചേർത്തിട്ടൊക്കെ മാവ് അരച്ചെടുക്കാം. അപ്പം ഇതാ പിന്നുള്ളൊരു ടിപ്പ്, നമുക്ക് മാവ് നല്ലോണം പൊങ്ങി വരാനായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. കൈയൊക്കെ നല്ലോണം കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതലും നന്നാവുക. എന്താ വെച്ചാൽ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ഇതാ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഞാൻ നീച്ചിട്ടുള്ളത് ഇതാ 4 മണി 4:15 ആയപ്പോഴാണ് കേട്ടോ. അപ്പം സത്യത്തിൽ നമ്മളിങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാകാംക്ഷയാണല്ലേ, രാത്രി കിടന്നിട്ട് പിന്നെ നീക്കുമ്പോൾ ഇത് പൊങ്ങിയിട്ടുണ്ടാവുമോ ഇല്ലേ. വെള്ളയപ്പത്തിനൊക്കെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പൊങ്ങി പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. ആദ്യമൊക്കെ ഞാൻ എന്താ പറയുക, ഒരു നട്ടപ്പാതിരൊക്കെ ആകുമ്പോൾ നീച്ചിട്ട് നോക്കിയിരുന്നു കേട്ടോ എന്താവോ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. എനിക്ക് അങ്ങനെ കാണാൻ വല്ലാത്തൊരാകാംക്ഷയാണ്. അപ്പോൾ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു മാവ് കൂട്ടി വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൂട്ടി വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. നല്ലോണം പൊങ്ങി കിട്ടാനുള്ള ഒരു ഐഡിയ ആണ്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് ഉഴുന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതാ ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാവ് പൊങ്ങിയത് കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. മാവ് പൊങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിക്ക് ഒരു ജാതി ആവൂലേ, രാവിലെ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ പൊങ്ങി കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാ സ്റ്റീലിൻ്റെ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊന്ന് വെളിച്ചെണ്ണയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് എടുക്കാൻ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ തട്ടിൽ ആകെ 9 എണ്ണം വെച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാ കുഴിയിലും മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങാനൊരു സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് അതൊന്ന് ശ്രദ്ധിച്ചത്. പിന്നെ അതാ ഇഡ്ഡലി വേവണ ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. മക്കൾ നല്ല സാമ്പാർ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പം ഇഞ്ചി, ചുമന്നുള്ളിയും ഒരു കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഉണക്കമുളക് ചേർത്തിട്ടോ അങ്ങനെ അരക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളക് ചേർത്തിട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചട്നി ആയാൽ മതി കേട്ടോ. കണ്ണനും മേടനും നന്ദുവിനുമാണ് കൂടുതൽ ഇഷ്ടം. അച്ചയ്ക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ ചട്നി. പക്ഷെ അമ്മയ്ക്കും മനുമോക്കും എനിക്കൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ ഈ ഒരു സംഭവത്തിനോട്. കൂട്ടുവെച്ചാൽ കൂട്ടും, അത്ര തന്നെയുള്ളൂ. അപ്പം ഇതാ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അതിൽ പൊട്ടുകടല ചേർത്തിട്ടാണ് ആ ടേസ്റ്റ് എന്ന് പറയണേക്കാം. നല്ല ടേസ്റ്റാണത്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ പൊട്ടുകടല ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത്
ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. നമ്മളെ നന്ദോനൊക്കെ അംഗൻവാടിയിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ചട്നി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ നമ്മളത് വാങ്ങി വെക്കൂല, നാളികേരം മാത്രമായിട്ടുണ്ട് അരയ്ക്കും. അപ്പം അരച്ച ഉടനെ തന്നെ ഞാൻ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തേക്ക് അത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളല്ലെങ്കിൽ ചീനച്ചട്ടിക്ക് ഒഴിക്കുമ്പോൾ അതിനൊരു അളവ് കിട്ടൂല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. ചട്നിയൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാനും പറ്റൂലല്ലോ, എടുത്തു വെച്ചാൽ പെട്ടെന്ന് കേട് വരലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. അപ്പം അത് അതിനിടയ്ക്ക് ഇഡ്ഡലി ഒന്നും ആയിട്ടുണ്ടോ എന്ന് പപ്പടക്കോല് കൊണ്ട് ഒന്ന് കുത്തി നോക്കി. അപ്പം അങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് മുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വെന്തിട്ടില്ല എന്നാണല്ലോ അല്ലേ. അപ്പം അങ്ങനെയാണ് അമ്മമാരൊക്കെ പറയലുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലി അതിൽ നിന്നൊന്ന് എടുത്ത് വെക്കുകയാണ് തണുക്കാനായിട്ട്. തണുത്തിട്ട് വേണം, നല്ലോണം തണുത്തതിന് ശേഷം വേണം കേട്ടോ അതൊന്ന് ഇളക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അതിൽ നല്ലോണം വെള്ളം കുടഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. പച്ചവെള്ളം നല്ലോണം തളിച്ച് കൊടുക്കലുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടുമല്ലോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ അതോ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അമ്മയൊക്കെ ചെയ്യണത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ തന്നെ പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പം അത് തണുത്ത് വരുന്നവരെ വെറുതെ ആ വെള്ളം കിടന്ന് തിളക്കണ്ടേ. അപ്പം ഞാൻ ആ വെള്ളാണ്ട് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പത്ത് ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം എന്തായാലും എടുക്കുമല്ലോ അതൊന്ന് തണുത്ത് വരാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. തട്ടുകടയിലൊക്കെ നമുക്ക് ചട്നി ഇങ്ങനെയാണല്ലോ കിട്ടുക അല്ലേ. അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതാ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആ നാളികേരത്തിൻ്റെ കൂട്ടും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചൂടായാൽ മതി അല്ലേ. തിളയ്ക്കാൻ നിൽക്കണ്ടല്ലോ. ഞാൻ തിളപ്പിക്കലില്ല കേട്ടോ. ഇനി ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് തിളയ്ക്കണോ തിളയ്ക്കണ്ടേ എന്നുള്ളത്. ചൂടാക്കി എടുക്കലുള്ളൂ ഞാൻ ചെയ്യൽ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഇഡ്ഡലിയൊക്കെ നല്ലോണം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയാണ്. അപ്പം ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്പൂണ് എടുത്തിട്ട് ചെയ്താലും മതി. സ്പൂണോ കത്തിയോ എന്താ എടുക്കണമെന്ന് വെച്ചാൽ അതൊന്ന് നനച്ച് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പക്ഷേക്ക് അത് എന്താ പറയുക, നമ്മൾ സ്റ്റീലിൻ്റെ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു തട്ട് പരന്നുകൊണ്ടാണ് കേട്ടോ. ഇത് അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ നല്ല കുഴിയാണ്. അപ്പോൾ ഇവിടെ 2 ഇഡ്ഡലി ചെമ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പിന് ഭയങ്കര പൂതിയായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ വാങ്ങി തന്നതാണ് കേട്ടത്. ഇത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല കുഴിയുണ്ട്. ഇതിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പൊന്തി വരും കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാം. അപ്പം ഞാൻ വേഗം അതുകൊണ്ട് കഴുകാട്ടിട്ട് ഇതിലുണ്ടാക്കുകയാണ്. ഇതിലാണെങ്കിൽ ഒരൊറ്റ ട്രിപ്പിന് 12 എണ്ണം ഉണ്ടാക്കും കേട്ടോ. ശരിക്കും ഒരു 2 ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മതി. അപ്പം അതാ ഇതിലുണ്ടാക്കിയപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് അത് തണുക്കണ ആ ഒരു സമയത്ത് വേഗം ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്നൊരു തട്ടിക്കൂട്ട് കുഞ്ഞു കറിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി ഒരുപാട് സമയം വാട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കറിയാണിത്. അപ്പം ഞാൻ ഇന്ന് കറി എന്താ വെക്കുകയെന്ന് കുറേ ആലോചിച്ചു. അപ്പോൾ പെട്ടെന്നാണ് ഒരു തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടച്ച് വെച്ചപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് ജീരകവും 2 ഉള്ളി പിന്നെ കുറച്ച് കാന്താരിയാണ് എടുത്തത്. പച്ചമുളകിൻ്റെ കുറവുകൊണ്ടാണ് കാന്താരി എടുത്തിട്ടുള്ളത്. ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കൂല കേട്ടോ. അപ്പോൾ അത് അരയ്ക്കുന്ന ഒരു സമയം കൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ അരപ്പ് നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ രാവിലെ ചോറ് കൊണ്ടുപോകാൻ ഉണ്ടാവുകൊണ്ട് തന്നെ ഏട്ടനൊക്കെ പണി ഉണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് തന്നെ പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. അപ്പം നമ്മൾ കറിക്കും ഉപ്പേരിക്കും എല്ലാം തലേ ദിവസം തന്നെ ഇങ്ങനെ കണ്ടുവെക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇന്നലെ ഞാൻ വിചാരിച്ചിരുന്നു വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും പരിപ്പും വെക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അതിലേറെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു തക്കാളിക്കറിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അതുപോലെ ഈ ഒരു കറി ഉണ്ടാക്കാനും കുറേ സമയവും വേണ്ട, കുറേ സാധനങ്ങളും വേണ്ട എന്ന് പറഞ്ഞില്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു മീൻ വറുത്തതും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് മാത്രം മതി. ഏതായാലും കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്ത് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ അല്ലേ. അതൊന്ന് തണുത്ത് വരുവോളൊക്കെ. ആ സമയം കൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇന്ന് അടുപ്പത്ത് ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് അങ്ങനെ വെക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തട്ടിലുണ്ടാക്കിയപ്പോൾ നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേറെ എളുപ്പം ഇതൊന്ന് എടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതിലിങ്ങനെ അടയൊക്കെ ആവി കൊള്ളിക്കാൻ അതിനൊക്കെയാണ് എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇഡ്ഡലി ഉണ്ടാക്കാൻ എപ്പോഴും ഈ ഒരു തട്ട് തന്നെയാണ് സുഖം. കുറച്ചൊരു പൊങ്ങണ തട്ടാവണം, ഇല്ലെങ്കിൽ പരന്നിങ്ങനെ കിടക്കും. പൊങ്ങിയിട്ടുണ്ടാവും പക്ഷെ പരന്നാവും കിടക്കുക. അത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുപ്പത്ത് ഞാനൊരു 4-5 കഷ്ണം മീൻ ഇന്നലെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ.
അപ്പൊ തലേ ദിവസം ഈ വൈകുന്നേരം കൊണ്ടുവരികയാണെങ്കിൽ സുഖമാണ്. അന്ന് രാവിലെയും കുറച്ചുണ്ടാക്കാം, പിന്നെ വൈകുന്നേരം കുറച്ചുണ്ടാക്കാം കേട്ടോ. അതുകൊണ്ട് സുഖമാണ്. അപ്പൊ ഞാൻ എണ്ണി ഒരു 4-5 കഷ്ണം അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പൊ അതൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ അതാ ഒരു ഉപ്പേരി ഉണ്ടാക്കിയത്, കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടെ ഞാൻ കുറച്ച് കിഴങ്ങും ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് ഉണക്കമുളകൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഒരു ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ചോറും കറിയും ഉപ്പേരിയും ചായയും കടിയും എല്ലാം 8 മണീന്റെ മുന്നേ എന്ന് പറഞ്ഞ പോലെ എല്ലാ പണികളും കഴിയൂട്ടോ. അപ്പൊ ഈ ഒരു ഇഡ്ഡലിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ഇഡ്ഡലിന്റെ റെസിപ്പി ഇട്ടിട്ടുള്ളത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അച്ഛനെ കാണാൻ കിട്ടുന്നു. അച്ഛനെ മതിയാകോളം കണ്ട. അച്ഛൻ ചിലപ്പോ വൈകുന്നേരം വരുമല്ലോ അങ്ങോട്ട് ബമ്പറങ്ങാനും അടിച്ചോ. ആകെ ഒരു ആരോഗ്യ ചിന്ത ഉള്ളത് ഒരു തിന്ന പഠിക്കാരോ എന്തിനേ പണി ഞാനിച്ചോണ്ട് അങ്ങനെ ഞാൻ കരുതി പണിക്ക് സഹായിക്കാനാണ്. ഇവിടെ എന്താ കാട്ടുക? അതാണ് പോളിഷ് ചെയ്ത് വെക്കുക. കുക്കർ പൊട്ടി തെറിച്ചാണെന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഓണം ബമ്പറിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു കേട്ടോ. ഇന്നലെയാണല്ലോ ടിക്കറ്റ് എടുത്തത്. അപ്പൊ അതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു. അത് എടുത്ത് കയ്യിൽ വെച്ച് അത് നറുക്കെടുക്കുന്നത് വരെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണല്ലോ അല്ലെ എല്ലാവർക്കും. അപ്പൊ എടുക്കാത്തവരായിട്ട് അപൂർവം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാ പ്രാവശ്യവും എടുക്കലുണ്ട് കേട്ടോ, അടിച്ചിട്ടില്ലെങ്കിലും എടുക്കലുണ്ട്. അപ്പൊ ഇന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഇതൊക്കെയായിരുന്നു ചർച്ച. അങ്ങനെ ചായ കൂടി കുറച്ച് സമയം നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ. ഓരോ വർത്താനത്തിലൊക്കെ അങ്ങനെ കുറെ സമയം പോയിട്ടുണ്ട്. എന്റെ പണിയും കുറച്ച് സമയമൊക്കെ അവിടെ സ്റ്റെക്കായിട്ടോ. അപ്പൊ രാവിലെ എത്ര തിരക്കാണെങ്കിലും മക്കളെ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ കേട്ടാ ഒന്ന് അവിടെ അങ്ങനെ നോക്കി നിൽക്കൂട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇന്നലെ എന്നോട് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ഒരു ഹായ് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷാനി വർഗീസ് എന്നാണ് അവരെ പേര്, നമ്മളെ സബ്സ്ക്രൈബറെ പേര്. അവരെ കുട്ടികൾക്കാണ് ഹായ് പറയാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ കുട്ടികളുടെ പേര് മേഘ അനഘ എന്നാണ്. അപ്പൊ മേഘക്കുട്ടിക്കും അനഘക്കുട്ടിക്കും ഇന്റെ വക വലിയൊരു ഹായ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ രാവിലത്തെ തിക്കും തിരക്കൊക്കെ ഒരു വിധമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പഠിക്കാനും തുടയ്ക്കാനും കുളിക്കാനും ഒക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ പിന്നെ വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നലില്ല. ഈ രാവിലത്തെ കാര്യങ്ങളാണ്, ഇവരെ പറഞ്ഞു വിടുള്ള ആ ഒരു തിരക്കാണ് വല്ലാത്തൊരു തിരക്ക് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്നും പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്